കമോൺ, അപ്പം ഇന്ന് നമുക്കൊരു ഡെസ്ക് ഡെക്കോർ ഉണ്ടാക്കാം. ഈ ഒരു ഡെസ്ക് ഡെക്കോർ മിക്കവരും കണ്ട് നല്ല പരിചയമുള്ള ഡെസ്ക് ഡെക്കോർ തന്നെ ആയിരിക്കും. കാരണം വേറൊന്നുമല്ല, പിൻട്രസ്റ്റിലൊക്കെ ഇതിൻ്റെ ഒരുപാട് പിക്ക് കിടക്കുന്നുണ്ട്. അതേപോലെ തന്നെ യൂട്യൂബിലൊക്കെ ആണെങ്കിൽ കുറേ പേര് ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. ഞാനും വിചാരിക്കണം കുറേ നാളായിട്ട് ഇത് ഉണ്ടാക്കണമെന്ന്. പക്ഷേ സമയം സാഹചര്യം ഒത്തു വന്നില്ല. വേറൊന്നല്ലടാ മടി തന്നെ. അപ്പം നമ്മൾ പറഞ്ഞു തന്നത് ഒരു പീസ് കാർഡ്ബോർഡ് എടുക്കുക, അത് ഇതുപോലെ ഒരു വട്ടുള്ള സാധനം വെച്ചിട്ട് ഇതുപോലെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വരച്ചെടുക്കുക. ഉള്ളിലൊരെണ്ണം, പിന്നെ ചുറ്റിനും ഇതുപോലെ ഇതള് പോലെ ഒന്ന് വരച്ചെടുക്കുക കേട്ടോ. പിന്നെ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഒന്നിൻ്റെ മുകളിൽ കയറ്റിയിട്ട് വരയ്ക്കാതിരിക്കുക കേട്ടോ. അങ്ങനെ നമ്മൾ ഫുള്ള് വരച്ച് വരുമ്പോഴത്തേക്കും ഒരു പൂവിൻ്റെ ഷേപ്പൊക്കെ കിട്ടണം. എക്സാക്ട്ലി കിട്ടണ്ട, എന്നാലും ചെറുതായിട്ടെങ്കിലൊക്കെ ഒന്ന് വരണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന വട്ടത്തിൻ്റെ വീതിയും വലിപ്പമൊക്കെ അനുസരിച്ചിരിക്കും കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്ന ഇതളിൻ്റെ എണ്ണം. എനിക്ക് എന്തായാലും ഇപ്പോൾ ഇവിടെ 6 നാട്ടോ കിട്ടിയിട്ടുള്ളത്. അതുപോലെ 1 അല്ല 2 നാട്ടോ വേണ്ടത്. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഞാനൊരു വൈകുന്നേരമായപ്പോൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെട്ടം കുറവായിരുന്നു കേട്ടോ. ഇങ്ങനത്തെ അതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ആ ഒരു പൂവിൻ്റെ അതേ ഷേപ്പിൽ തന്നെ മാക്സിമം കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. അങ്ങനെ നമ്മൾ ഫുള്ള് കട്ട് ചെയ്തതിന് ശേഷം നമുക്കതൊന്ന് കവർ ചെയ്തെടുക്കാവേ. അപ്പോഴാണ് പുറത്ത് നല്ല കാറ്റും മഴയൊക്കെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പം ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്നായിരുന്നു ബാക്കി ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്താ രണ്ടും കളർ ചെയ്തെടുത്തിട്ടുണ്ടേ. കളർ ചെയ്യുന്ന വീഡിയോ ഞാൻ എടുക്കാൻ മറന്നുപോയി. പിന്നെ നമ്മൾ കളയാൻ വെച്ചിട്ടുള്ള ഈ ഒരു പീസിൻ്റെ കവർ എടുത്തിട്ട് വരാം. എന്നിട്ട് അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ബാക്കി ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ ഇതില്ല എന്നുണ്ടെങ്കിൽ ഓയിൽമെൻ്റൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്ന ഇതുപോലത്തെ ഒരു കവർ ഉണ്ടല്ലോ, അതാണെങ്കിലും മതി. ഇനിയിപ്പോൾ അതല്ല വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒക്കെ എടുത്തിട്ട് വരാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ നമ്മുടെ ആ ഒരു ഫ്ലവർ ഉണ്ടാക്കിയതിൻ്റെ അതേ അളവിൽ തന്നെ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് കിട്ടും. അപ്പോൾ ഇത് ഞാനിത് ഡയറക്റ്റ്ലി ആയിരുന്നു ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ മുകളിലേക്ക്. പക്ഷെ ഇത് ഇത്ര ഒട്ടിക്കാൻ നോക്കിയിട്ട് ഒട്ടുന്നുണ്ടായിരുന്നില്ല. കുറേ പ്രസ് ചെയ്തൊക്കെ നോക്കി, പക്ഷെ ഒട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഞാൻ ഫൈനലി അത് കവർ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. പേപ്പറായിട്ട് കവർ ചെയ്തെടുത്തു കേട്ടോ. പേപ്പറായിട്ട് കവർ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ഒട്ടുന്നുണ്ട് കേട്ടോ. പേപ്പറായിട്ട് പെട്ടെന്ന് ഒട്ടു കേട്ടോ. ഈ ഒരു പീസിൻ്റെ ഇത് ഒട്ടാൻ നല്ല പാടാണ് കേട്ടോ, ഈ ഒരു കാർഡ്ബോർഡ് ആയിട്ട്. അതുകൊണ്ട് ഇതുപോലെ പേപ്പറായിട്ട് ഒട്ടിക്കാൻ മാക്സിമം ശ്രമിക്കണേ, അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഊരി പോന്നുകൊണ്ടിരിക്കുവേ. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തു. അങ്ങനെ ഇതായിരുന്നു ഫൈനൽ ലുക്ക് കേട്ടോ. എന്തായാലും എനിക്ക് കുഴപ്പമില്ലെന്ന് കേട്ടോ ഫീൽ ചെയ്തിട്ടുള്ള. എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഇതിൽ 10ൽ നിങ്ങൾ എത്ര കൊടുക്കുമെന്ന് കമൻറ്റ് ചെയ്യും. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു, ഇങ്ങനെ ഇടുമ്പോഴത്തേക്കും ഇത് കമന്ന് പോകുമെന്ന്. പക്ഷെ അങ്ങനെയൊന്നും കമന്ന് പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നല്ല ബലത്തിൽ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇതുപോലെ സ്റ്റഡി ടേബിളിലൊക്കെ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ ഇട്ട് വെക്കാനായിട്ട് വെക്കാം കേട്ടോ. അപ്പം അതല്ല ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെയും വെക്കാവേ. അപ്പം അങ്ങനെയല്ല, കുറച്ച് ഷോയ്ക്ക് ഇതുപോലത്തെ ഫ്ലവേഴ്സൊക്കെ ഇട്ട് വെക്കാനാണെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാവേ. നല്ല ഹോം ഡെക്കറൊക്കെ ആയിട്ടിരുന്നോളൂ. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ വെക്കാനാട്ടോ. എനിക്ക് എങ്ങനെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ടേന്ന് പറയണേ. ബൈ.